നമ്മുടെ കേരള ഗ്രാമീൺ ബാങ്കിന്റെ അക്കൗണ്ടിനകത്തുള്ള മിനി സ്റ്റേറ്റ്മെന്റ് നമുക്കിങ്ങനെ എളുപ്പത്തിൽ നമ്മുടെ ATM കൗണ്ടർ വഴി എടുക്കാം എന്ന കാര്യത്തെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്കിനി കൂടുതൽ കാര്യങ്ങളോട് തന്നെ പോകാം. അപ്പോൾ ഇതിന് നിങ്ങൾ ആദ്യമായിട്ട് തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ ഒരു ATM കൗണ്ടറിലോട്ട് പോവുക. അതിനുശേഷം നിങ്ങളുടെ ATM കാർഡ് മിഷനിലോട്ട് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക കൃത്യമായിട്ട് തന്നെ. അപ്പോൾ തന്നെ നമുക്ക് സ്ക്രീനിൽ ഇത്തരത്തിൽ നമ്മളിവിടെ നടത്തുന്ന ട്രാൻസാക്ഷന് നമുക്കിവിടെ ആവശ്യമായിട്ടുള്ള ലാംഗ്വേജ് ഏതാണോ അത് ചൂസ് ചെയ്ത് കൊടുക്കേണ്ട മെസ്സേജ് വന്നതായിട്ട് കാണാം. അപ്പോൾ അത് കൃത്യമായിട്ട് തന്നെ നിങ്ങളുടെ ആവശ്യാനുസരണം ഒരു ലാംഗ്വേജ് ഇവിടെ ചൂസ് ചെയ്ത് കൊടുക്കുക. പിന്നീട് നമുക്ക് ഇത്തരത്തിലുള്ളൊരു മെസ്സേജ് ഇവിടെ വരും. അതായത് നമുക്ക് ഈ ട്രാൻസാക്ഷൻ്റെ അതായത് മിനി സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്ത് അതിൻ്റെ റെസിപ്റ്റ് ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ എന്നുള്ള ഏരിയയിൽ ടാപ്പ് ചെയ്യുക. പിന്നീട് നമ്മുടെ ATM പിൻ നമ്പർ എൻ്റർ ചെയ്യാനായിട്ട് അവർ പറയുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് തന്നെ നമ്മുടെ 4 ATM പിൻ നമ്പർ എൻ്റർ ചെയ്തിട്ട് കണ്ടിന്യൂ എന്നുള്ള ഏരിയയിൽ ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിവിടെ നടത്തുന്ന ട്രാൻസാക്ഷൻ ഏതാണോ അത് ചൂസ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മളിവിടെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ള ഏരിയയിൽ കൃത്യമായിട്ട് തന്നെ ഒന്ന് നമ്മൾ ടാപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ കൃത്യമായിട്ട് തന്നെ നമുക്ക് സ്ക്രീനിൽ കൃത്യമായിട്ട് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് കാണാനായിട്ട് കഴിയും. അതേപോലെ ഇത്തരത്തിലൊരു സ്ലിപ്പും നമുക്ക് ലഭിക്കുന്നതാണ്. കൃത്യമായിട്ട് തന്നെ നമ്മുടെ മിനി സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഉൾപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിൽ എളുപ്പത്തിൽ നമുക്ക് ഈ പ്രോസസ്സ് ചെയ്ത് തീർക്കാനായിട്ട് കഴിയുന്നതാണ്. നമ്മുടെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. വീഡിയോ നമുക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് പോവുക. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ച് പോവുക.